പൊട്ടിയതാണ്. അത് ശരി, മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അല്ല, അത് ഞങ്ങൾ കാക്ക അറിഞ്ഞതാ. അതിന് എന്റെ തലയിലവിടെ കാക്ക ഇരിക്കണേ? അത് ഞങ്ങള് തല കണ്ടപ്പോ എന്റെ തലയിൽ ഒന്നുമില്ലെന്ന് കണ്ടറിഞ്ഞൂടെ? അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അല്ല ശശന, അണ്ണനെ ആരെയും ട്യൂൺ പഠിപ്പിച്ചത്? അതോ ഹരിപ്രസാദ് ചൗരസ്യ, കേട്ടിട്ടില്ലേ? വലിയ പുല്ലാങ്കുഴൽ വിദഗ്ധൻ. അദ്ദേഹം എന്റെ അച്ഛന്റെ വകയിൽ ഒരു അളിയന. എന്താ പഠിക്കണോ? നോക്കല്ലോ ഇന്ന് നിന്റെ കാല് തല്ലി ഒടിച്ചിട്ട് ബാക്കി കാര്യം. ഞാൻ ഒരു തമാശക്ക് പറഞ്ഞല്ലേ. ഞാൻ കാര്യമായിട്ട് എടുത്തു. അയ്യോ എന്താ? ആരാത്? അതിങ്ങനെ പേടിപ്പിച്ചാണ് ചോദിക്കണേ. ആരാത്? ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘം. അത് നേതാവ് ആ പാർത്തിന്റെ പെങ്ങള് രാധ. ആ കുഴമ്പ എവിടെ ഇരിക്കണേ? ഞാൻ ചിലപ്പോ ലോൺ വാങ്ങിണ്ടാവും. ആ കാശിന് പശുവിനെ വാങ്ങിണ്ടാവും. അത് ഞാനെന്തിനാ തന്നോട് സമാനം പറയണേ? താനാണോ എനിക്ക് ലോൺ തന്നത്? സഹോദരൻ, ഞാൻ വഴക്കുണ്ടാക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വന്നതല്ല. ബാങ്കിന് പിരിഞ്ഞു കിട്ടാനുള്ള പണം തിരിച്ചടപ്പിക്കാനും ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കാനും ബാങ്ക് നിയോഗിച്ചിട്ടുള്ള ഒരു ഫീൽഡ് ഓഫീസറാണ് ഞാൻ. തൽക്കാലം ഇതിലൊരു ഒപ്പിട്ട് എന്നാ മാത്രം മതി. എഴുത്തറിയില്ലെങ്കിൽ വിഷമിക്കണ്ട, വെറുതെ ഷൂന്നൊന്ന് വരച്ചാ മതി. സമ്മതമല്ല. എനിക്ക് ലോൺ തന്നതേ മറ്റേ മാനേജരാ. അയാളൊന്ന് പറയട്ടെ, അപ്പൊ നോക്കാം. ഇപ്പൊ മാനേജറുടെ ചാർജ് എനിക്കുള്ളത്. എന്താ? ഷൂന്ന് വരയ്ക്കാൻ പറഞ്ഞതാ. ചേട്ടാ, എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കണേ? ആദ്യം പലിശയെങ്കിലും കുറേശ്ശെ അടച്ചു തീർക്കാമെന്ന് സമ്മതിക്ക്. കുറെ ഭാഗം അടച്ചു തീർത്താ പിന്നെ മുകുന്ദ സാറിനെ ബാങ്കിൽ നിലവ് വാങ്ങിച്ചു തരും. സാറ് ഭയങ്കര വിശാല ഹൃദയന. ആ ഹൃദയത്തിൽ ഓട്ടയുണ്ടെങ്കിലേ വേഗം സ്ഥലം വിട്ടോ. തിമ്മയും മുതലാളി പറഞ്ഞിട്ടാ പഴയ മാനേജർ എനിക്ക് ലോൺ തന്നത്. മുതലാളിയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണോ? തന്നോടേ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ പണം തിരിച്ചടക്കാൻ എഴുതി ഒപ്പിട്ടേരിക, അല്ലെങ്കിൽ ഞങ്ങൾ പശുവിനെ കൊണ്ടുപോകും. ഇത് രണ്ടും നടക്കില്ല. പശുവിനെ അഴിക്കുക, ഒന്ന് കാണട്ടെ. കാണാനൊന്നുമില്ലടോ. ശശി, പശുവിനെ അഴിച്ചേ. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. അത് തടയാൻ വന്നാലുണ്ടല്ലോ തന്നെ സെൻട്രൽ ജയിലിൽ അടക്കി. ഞങ്ങള് ജപ്തി ചെയ്യാൻ വരുന്നവരെ കയ്യേറ്റം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയണോ? എനിക്ക് അറിയാമോ? തനിക്ക് കഴിഞ്ഞ ഉഗാദി മാസം 16-ാം തീയതി ഒരു തണുത്ത വെളുപ്പാൻകാലത്ത് ബർമുഡ ഹള്ളിൽ ഇതേപോലെ ജപ്തിക്ക് തടസ്സം നിന്ന് 18 പേരെ ഒറ്റയടിക്ക് നിലംപരിശാക്കിയ ഒരു ഫീൽഡ് ഓഫീസറെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടോ? അത് ഈ നിൽക്കുന്ന സാറല്ല. പക്ഷെ അതേപോലത്തെ ഒരു സാഹചര്യം വന്ന എത്ര പേരെ വേണമെങ്കിലും സാരിച്ച് നിലംപരിശാക്കും. അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് നമ്മുടെ ശരീരമല്ലേ വലുതേട്ടാ. ഇതൊക്കെ എന്തിനാ ഇയാളോട് സംസാരിക്കണത്? പശുവിനെ അഴിക്കണോ? ഞാൻ അയച്ചോട്ടെ. നിക്ക്. നിങ്ങളുടെ ബാങ്ക് റെക്കോർഡിൽ പശുവിന് മാത്രമല്ലേ ലോൺ വാങ്ങിച്ചിട്ടുള്ളൂ? അതെ. അപ്പൊ ഈ കയർ എനിക്ക് അഴിച്ചെടുക്കാമല്ലോ. അതെന്റെ കാശ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറെ ദിവസം വന്ന് ജപ്തി ചെയ്തോണ്ടോ അല്ലേ സാർ? അല്ലെങ്കിൽ കയറൊന്നും ലോണായിട്ട് താ. എടോ, പശുവിനെ പിടിച്ചോണ്ട് പാടും. സാറല്ലേ ഓഫീസർ, സാറ് ജപ്തി ചെയ്തോണ്ട്. ഞാൻ ജപ്തി ചെയ്തിരിക്കണു. താൻ കൂട്ടിക്കൊണ്ടു പോവാ. വിളിക്കുമ്പോ കൂടെ എന്റെ ഭാര്യ ഒന്നുമല്ല സാർ. അത് ഇഡിയറ്റ്. ഇടി കിട്ടും സാർ. ഇങ്ങനെ വിളിക്കാൻ പറ്റിയല്ല. ഞാൻ കാണിച്ചുതരാം. കോഴിയാ ഇനി കൊണ്ടു. പശു, ഞാൻ പറയുന്നത് കേൾക്ക. നിക്ക്. ഓടല്ലേ പശു. പശു പശു എന്തെങ്കിലുമൊക്കെ ഓടിക്കല്ലേ. ഞാൻ പറയുന്നത് കേട്ട്. എന്നാ ഫോട്ടോ പിടിച്ചാൽ പയ്യന്റെ പിന്നാലെ ഓടുന്നു. പയ്യന്റെ പിന്നാലെ ഓട്. ഇനി ഭ്രാന്താണോ? നീ വാ. ഞാൻ ആരാന്ന് വിചാരിച്ചാ? അയ്യോ, പശു 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 പശു. അയ്യോ, ഇപ്രാവശ്യം ആളുടെ മുഖം ശരിക്ക് കാണാൻ പറ്റിയില്ല. വാ. ശശി, ശശി, ഞാൻ ഇവിടെ ഉണ്ട് സാർ.
ആരാ ഇതിനകത്ത് പൂട്ടിയിട്ടത്? ആ സാധനങ്ങളൊക്കെ വലിച്ചു വാരിട്ടിരിക്കണ ആരാ? കുറച്ചു മുമ്പ് ആ രാധയും ചെക്കനും കൂടി ഇവിടെ വന്നിരുന്നു, കൂടെ കൂട്ടുകാരികളും. എന്നോട് ഒളിച്ചു കളിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. എത്രയായാലും ഞാൻ കല്യാണം കഴിക്കാത്തൊരു ബാച്ചലർ അല്ലേ, വീണുപോയി. എന്നോട് പോയി ഒളിച്ചോളാൻ പറഞ്ഞു. വാതിന് പുറത്തു നിന്നും കുറ്റിയിട്ടപ്പോഴാ എന്നെ ട്രേപ്പ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത്. റേപ്പ് ചെയ്യാനോ? അല്ല, ട്രേപ്പ് കൊടുക്കുക. ട്രാപ്പ്. ഓ, അങ്ങനെയും പറയാമോ? ട്രാപ്പ്. എന്നിട്ട് എന്തുണ്ടായേ? എന്നിട്ട് ആ രാധ എന്ന പെൺകുട്ടി ജനാലക്കിൽ വന്ന് എന്നോട് ഫോട്ടോ വെച്ചു. ബൊപ്പണ്ണയുടെ മകളുടെ കല്യാണത്തിന് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ദാ ഇങ്ങനെ അതെടുത്ത് കൊടുത്തപ്പോ ആ പരശു ഉണ്ടല്ലോ, പശുവിന് കാടി കൊടുക്കുന്ന പാത്രം എടുത്ത് എന്റെ നെഞ്ചത്ത് ഒറ്റ ഏറ്. ആ ഉടുകു എൻ നെഞ്ച് തകുണ്ടോ? എന്താ? അവൻ എന്റെ നെഞ്ചും കൊണ്ടേ പോവൂ. അല്ല സാറേ, അവർ ഈ ഫോട്ടോ ഫിലിം എന്നൊക്കെ പറയണുണ്ടായിരുന്നല്ലോ. ഇനി സാർ അവരുടെ ഫോട്ടോ വല്ലതും എടുത്തിട്ടുണ്ടോ? അവരെങ്ങോട്ടാ പോയത്? അതും ഞാൻ അവരോട് ചോദിച്ചു. എന്നിട്ട് എന്നെ ഈ പൂട്ടിയിട്ടിട്ട് എങ്ങടായി പോണെന്ന്. അപ്പൊ ആ ചെക്കൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല. നമുക്ക് നമ്മുടെ ശരീരമല്ലേ സാർ വലുത്. കണ്ടു. സ്ഥലത്തെ പ്രധാന കേടിയെ നേരിട്ട് കാണാനാ വന്ന്. എന്തിനാ വീട്ടിലൊന്ന് ശശി മുറി പൂട്ടിയിട്ടത്? എന്തിനാ എന്റെ സാധനങ്ങളൊക്കെ വലിച്ചു വരിഞ്ഞത്? എന്തിനാ ഞങ്ങൾ കുളിക്കുമ്പോ വന്ന് ഫോട്ടോ എടുത്തത്? ഫോട്ടോയാ? ആ ഫോട്ടോ മുഖത്ത് കരുതേച്ച് വന്നാൽ ഞങ്ങൾക്ക് ആളെ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? മര്യാദയ്ക്ക് ആ ഫോട്ടോ നെഗറ്റീവ് തിരിച്ചു തരുന്ന നല്ലത്. ഓ, ആ ഫോട്ടോ. കുറെ നല്ല പോസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ വേണം? എന്നാലേ തരുന്നില്ല. വീട്ടിൽ കയറി ഒന്ന് തോന്നിയ ദിവസം കാണിക്കാൻ ധൈര്യം കാണിച്ചവരല്ലേ. ഇനി കന്നഡപ്രഭ, തരംഗ, പ്രജാവാണി, ഉദയ, മനോരമ, മാതൃഭൂമി, മംഗളം ഈ പുസ്തകങ്ങളുടെയൊക്കെ കവർ പേജ് നോക്കിയാൽ മതി, കാണാം. ഞാൻ കുറെ പോസ്റ്റർ അടിച്ചങ്ങോട്ട് ഇറങ്ങാൻ പോവാ, നാട് മുഴുവൻ ഇങ്ങനെ ഒട്ടിക്കാൻ. പെൺകുട്ടികളായിട്ടുണ്ടെങ്കിലേ ഇത്രയും സാമർത്ഥ്യം പാടില്ല. മോനെ എറിയരുത്, കല്ലാണ് മോനെ. കൈവിട്ടാ പോയി. ഞങ്ങൾ കോമഡി പറഞ്ഞോണ്ടിരിക്കായിരുന്നില്ലേ. കളിക്കരുത്, കൈവിട്ടാ പോയി. വെറുതെ നിൽക്കല്ലോ, ഒന്ന് പറഞ്ഞു കൊടുക്കുക. ബുദ്ധിയില്ലാത്ത ചെക്കനാണത്. വർക്കിയുടെ പശുവിനെ അയച്ചുവിട്ട ബാങ്കുകാരനാണോ? ഇറങ്ങി വേണോ? ഇറങ്ങി വാ മര്യാദയ്ക്ക്. നീയാണോ പശുവിനെ അയച്ചുവിട്ടത്? അതെ, ഞാനാണ്. ഇവിടുത്തെ ഒരു കുടിലിൽ കയറി പശുവിനെ അഴിച്ചുവിടാൻ നീ ആയോടാ? വെട്ടിയരിഞ്ഞ് ശ്രാവണഗിരി പുഴയെ താഴ്ന്നു തന്നെ ഞങ്ങള്. നാളെ നേരം വെളുത്ത് പാല് ഇറക്കാൻ തൊഴുത്തി ചെല്ലുമ്പോ പയ്യ അവിടെ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. നിങ്ങൾ പ്രശ്നത്തിന്റെ സത്യാവസ്ഥ അറിയാൻ വന്നല്ലോ, കയ്യേറ്റത്തിന് വന്നതല്ലേ. അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. നീ ഒന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. നീ നിസ്സാരമായിട്ട് കയറൂരി വിട്ട പയ്യുണ്ടല്ലോ, അത് ഞങ്ങൾ ഈ നാട്ടിൽ അന്നോ അറിയോ? നിനക്ക് കയറൂരി വിട്ടത് സാറല്ല, വർക്കിയാണ്. അല്ലെങ്കിൽ പറയട്ടെ, ഞാൻ ജപ്തി ചെയ്യാൻ വന്നു എന്നുള്ളത് സത്യ. അതെന്റെ ജോലിയുടെ ഭാഗ. നിങ്ങൾ പറഞ്ഞ പോലെ പശുക്കൾ നിങ്ങളുടെ അന്നമാണെങ്കിൽ ഈ ജോലി എന്റെയും അന്ന. ഏതായാലും എല്ലാവരും ഒരുമിച്ച് വന്നത് നന്നായി. ഇനിയിപ്പോൾ ആരെയും വീട്ടിലൊന്ന് കാണണ്ടല്ലോ. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. നിങ്ങളിൽ പലരുടെയും കിടപ്പാടത്തിന്റെ ആധാരം പണയം വെച്ച് തിമ്മേൻ ബാങ്കിന് വലിയ വലിയ തുകകൾ ലോണായിട്ട് എടുത്തിട്ടുണ്ട്. നാളിതുവരെ 5 നയാ പൈസ മുതലാളി തിരിച്ചടച്ചിട്ടില്ല. പണമടയ്ക്കാത്തവരുടെ വസ്തുവകൾ ജപ്തി ചെയ്യാനാ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. എന്താ നിങ്ങളുടെ പേര്? ചന്ദ്രപ്പൻ. ഓ, ചന്ദ്രപ്പൻ. ഈ രോഷം കൊള്ളുന്ന നിങ്ങൾ അടയ്ക്കാൻ 50,000 രൂപ. അതിന്റെ പലിശ എനിക്ക് നിങ്ങൾ ആരെയും ദ്രോഹിക്കണമെന്നില്ല. നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അങ്ങനെ. അതല്ല എന്നെ കയ്യേറ്റം ചെയ്തും ഭീഷണിപ്പെടുത്തിയും തിരിച്ചേക്കാനാ ഭാവമെങ്കിൽ എനിക്ക് പകരം വരുന്ന ആളും ഇത് തന്നെ ആവർത്തിക്കും. അതെ, തിന്മേനെയും നമ്മളെയും തമ്മിൽ തെറ്റിക്കാൻ കള്ളം പറയുക. ഇവൻ എന്ത് ചെയ്യണമെന്നറിയോ? വിശ്വാസം ഇല്ലെങ്കിൽ എഴുത്തും വായന അറിയാവുന്ന ആരെങ്കിലും കൂട്ടി നാളെ ബാങ്കിൽ വാ.
ഞാൻ രേഖകൾ കാട്ടിത്തരാം. എഴുത്തും വായന അറിയാവുന്നവരെ കൂട്ടിയിട്ട് വരാം. പക്ഷെ ഈ പറഞ്ഞൊക്കെ സത്യമായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നെഞ്ചത്തെ ശശി, എന്താ സാർ? ഇവളെന്തിനാ അവരുടെ കൂടെ പറഞ്ഞേ? സാറല്ലേ പറഞ്ഞത് എഴുത്തും വായനയും അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുപോവാ, രേഖകൾ കാണിച്ചു തരാമെന്ന്. ഈ ഗ്രാമത്തിൽ കോളേജ് വിദ്യാഭ്യാസമുള്ള ഒരേ ഒരാൾ രാധയാ. എന്റെ ഈശ്വര, എന്താ സാർ ഒരു പരിഭ്രമം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, എന്ത് കുഴപ്പം? തനിക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? എനിക്കും തോന്നിയില്ല, സാറിന് തോന്നിയോ? അപ്പം എനിക്കും തോന്നില്ല. തോന്നിയല്ലോ. അതെ, എല്ലാവരും അത് കടത്തി വിടണ്ട. രേഖ പരിശോധിക്കുന്ന ആളെ മാത്രം മതി. എന്താ? ഒന്നുമില്ല. ഇതെന്റെ പെങ്ങള് രാധ, പ്രീ ഡിഗ്രിയാ. പരീക്ഷ കഴിഞ്ഞിട്ട് നിൽക്കുക. രേഖകള് ഇവള് പരിശോധിച്ച പോരെ? അല്ല, വേറെ ആരും വേണ്ട. കുട്ടി മതി മതി. രേഖകൾ പരിശോധിക്കുന്നവർ മാത്രം അകത്ത് കയറിയാൽ മതി എന്നാ സാറ് പറഞ്ഞത്. ഇരിക്കൂ. ഇത് ലോണിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ്. ഇത് ലോൺ സാങ്ഷൻ ചെയ്തിട്ടുള്ള ഓർഡേഴ്സ്. ആ ഫോട്ടോസ് നെഗറ്റീവ് എവിടെ? ഏത് ഫോട്ടോസ്? പത്രത്തിൽ കൊടുക്കുന്ന പറഞ്ഞ ഫോട്ടോസ്. അത് തന്നില്ലെങ്കിൽ ഞാനിപ്പോ എല്ലാം നുണയാന്ന് പറയും. അയ്യോ, സത്യമായിട്ടും അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. ദേഷ്യം വന്നപ്പോ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. എങ്ങനെ വിശ്വസിക്കും? നാളെ തൃക്കണാമ്പിയിൽ വന്നാ തെളിവ് തരാം. ശരിയാ, 70 ആൾക്കാരുടെ പേരിൽ ഇവിടുന്ന് ലോൺ കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രമാണങ്ങള് പണയം വെച്ചതിന് രേഖയുണ്ട്. പണം തിരിച്ചടയ്ക്കാനുള്ള ആൾക്കാരുടെ പേരും തുക എഴുതിയ ലിസ്റ്റാണത്. മാതപ്പ 10,000 രൂപ, മഹാദേവ 15,000, മണികണ്ഠൻ 15,000, ദൊഡണ്ണ 8,000, നാച്ചപ്പ 25,000, ചന്ദ്രപ്പൻ 60,000 രൂപ. 60,000 രൂപ.